ഗുഡ് ഈവനിങ്. ഞാൻ പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാൽപ്പായസം. നമ്മുടെ അനിയൻകുട്ടൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽവക്കത്തെ വീടുകളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പാൽപ്പായസം ഉണ്ടാക്കി. ഇനി ഞങ്ങളെല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആയി. രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി. സമയം 5 മണി. സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. അമ്പലത്തിൽ നിന്നാണ് കെട്ട് നിറച്ച് പോകുന്നത്. എല്ലാം ഒരു ഒരു ഭാണ്ഡം പോലെ റെഡിയാക്കി വെച്ചേക്കുവാണ് ഞാൻ. മേശപ്പുറത്ത് കുഞ്ഞിനുള്ള വെള്ളവും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് പോകുന്ന കാരണം ടെൻഷനല്ല, എനിക്ക് അവന് ഭക്ഷണം കഴിക്കുമോ എന്താവും എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. എല്ലാവർക്കുള്ള ചായയും ഒക്കെ എടുത്തു വെച്ചു. മക്കളെല്ലാവരും എഴുന്നേൽപ്പിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 6 മണിയായി. 2 പേരും കുളിച്ചു. റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. പുത്തേഴം ശ്രീ ശങ്കരോദയ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കെട്ട് നിറച്ച് പോകുന്നത്. എൻ്റെ അനിയൻകുട്ടൻ്റെ മുഖത്ത് ക്ഷീണമാണ്. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലെത്തി അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ എല്ലാം വെച്ച് കൂവളമാല കിട്ടി. അത് ചേട്ടൻ വെച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുത്തേഴം ശങ്കരോദയ മഹാദേവ ക്ഷേത്രം. ഞാനതൊരു ദിവസം മൊത്തത്തിൽ വീഡിയോ എടുക്കാം. ചേട്ടനും അനിയനും റെഡി ആയിട്ടിരിക്കുവാണേ. ഞങ്ങൾക്കിനി അകത്തേക്ക് ഞാൻ സാധനങ്ങളെല്ലാം കൊടുത്തു. തിരുമേനി അവിടെ എന്തൊക്കെയോ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിയുമ്പോൾ ഞങ്ങളിതാ നമ്മുടെ അനിയൻകുട്ടൻ കെട്ട് നിറയ്ക്കുകയാണ്. കെട്ട് നിറക്കിയിരുന്നതാണ്. ഭയങ്കരമായിട്ട് പേടിച്ച് പോയി. അവനെ ഇങ്ങനെ പിടിച്ച് വെച്ചൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ ആക്ച്വലി പേടിച്ചു. അവന് മറ്റൊരാൾ നമ്മളുടെ അമ്പലത്തിൽ തിരുമേനിയൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ അവൻ കുറച്ച് വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി. എന്നിരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അയ്യപ്പനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടും ഞങ്ങളുടെ നൊയമ്പിൻ്റെ ഒരു ശക്തി കൊണ്ടും എല്ലാം ഞങ്ങൾ അങ്ങനെ അനിയൻകുട്ടൻ പക്ഷെ അന്നാണ് മാലയിട്ടത് കേട്ടോ. മാലയിട്ട് കെട്ട് നിറച്ച് പോവാണ്. അരിയെല്ലാം വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ ഇട്ടു. അനിയൻകുട്ടൻ്റെ കെട്ടിൽ ഞാനും കൂടെ അരി ഇട്ടിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ കെട്ട് നിറയ്ക്കാൻ പോവാണ്. ആദിക്കുട്ടൻ അങ്ങനെ അങ്ങോട്ട് കയറി അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയി അവിടെ ഇരുന്ന് കെട്ട് നിറയ്ക്കാൻ പോവാണ്. അങ്ങനെ ആദിക്കുട്ടൻ കെട്ട് നിറയ്ക്കുന്നു. സ്വാമീ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് കെട്ട് നിറയ്ക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അച്ഛനും മക്കളും കൊച്ചച്ഛനും ഉണ്ട്. കെട്ട് നിറച്ച് ഞങ്ങൾ പുത്തേഴത്ത് അമ്പലത്തിലെ ഭഗവാനെ കണ്ട്, ഭഗവതിയെ കണ്ട്, ഗണപതി ഭഗവാനെ നാളികേരമൊക്കെ ഉടച്ച് ശബരിമലയ്ക്ക് അയ്യനെ കാണാൻ വേണ്ടി പോകുന്നു. ഞങ്ങളുടെ കന്നിസ്വാമിയെയും കൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോയിടത്തും അനിയൻകുട്ടനും ഇങ്ങനെ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുക. അവിടെ അനിയൻകുട്ടൻ ഭയങ്കര കൺഫ്യൂഷനില്ല. ഭണ്ഡാരത്തിൽ ഹോൾ അവന് കാണുന്നില്ല. അവസാനം അവൻ്റെ കൊച്ചച്ഛൻ കൈ പിടിച്ച് അത് ഇട്ട് കൊടുത്തു. ഫോട്ടോ എടുക്കാനൊന്നും അനിയൻകുട്ടൻ സമ്മതിക്കുന്നില്ല. അവന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അയ്യനെ കണ്ട് മടങ്ങി വരാൻ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പോകുന്നു. എൻ്റെ ആദ്യക്കുട്ടനൊരു ടെൻഷനുണ്ട്. അമ്മ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും, അമ്മ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം, ഓട്ടോറിക്ഷയ്ക്കാണെങ്കിലും പൊക്കോളാം, നീ ടെൻഷനാവണ്ട, അനിയൻകുട്ടനെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇനി എല്ലാം അയ്യപ്പസ്വാമിയുടെ കയ്യിലാണ് കേട്ടോ. രാവിലെ 7:30 പോയി. തിരിച്ച് ഞങ്ങൾ രാത്രി 8:30 വീട്ടിൽ വന്നു. ആദ്യക്കുട്ടൻ നല്ല ഉറക്കമാണ്. സ്വാമി ശരണം.